ഇന്നൊരു വോട്ട ഏറ്റിനിടെ കണ്ടാലോ? ഇപ്പോൾ രാവിലെ ചായയാണ് കേട്ടോ. അപ്പോൾ ചായയുടെ ഗ്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആദ്യം വിചാരിച്ചത് ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കാമെന്നാണ്. സാമ്പാറിനായിട്ട് എല്ലാം റെഡിയാക്കി വച്ചതുമാണ്. അപ്പോഴുണ്ട് ഞാനൊരു റീല് കണ്ടു കേട്ടോ. പുട്ടും പയറും പപ്പടവും ഒക്കെ ആയിട്ടുള്ള റീല്. അപ്പം തന്നെ പോയിട്ട് പയറൊന്ന് വേവിക്കാൻ വെച്ചായിരുന്നു. ഇതൊരു സിമ്പിൾ പയറ് കറിയാണ്. ഇതൊരു കുറച്ച് ഗ്രേവി ആയിട്ടുള്ള പയറ് കറിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല. പയർ വേവിക്കുക, ഉപ്പിടുക, തേങ്ങ ഇടുക, കുറച്ചൊന്ന് ലൂസാക്കി എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ പപ്പടം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ ഇരുന്നതാണ്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം അങ്ങോട്ട് പൊങ്ങുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമില്ല, തട്ടിക്കൂട്ടി എല്ലാം റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാക്കി വന്ന ഈ പയറുണ്ടല്ലോ അതിനൊന്ന് മോഡിഫൈ ചെയ്ത് കഞ്ഞിക്കായിട്ടൊന്ന് മോഡിഫൈ ചെയ്ത് എടുത്തായിരുന്നു കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്താ പറയുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ വെളുത്തുള്ളി ചതച്ച് ചേർക്കുക കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളി വേവണം കേട്ടോ, അതാണ് മെയിൻ സംഭവം. വെളുത്തുള്ളി വെന്തില്ലെങ്കിൽ ഒരു ചെറിയൊരു കയ്പ്പ് രസം വരും. അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊന്ന് എന്താ പറയുക വേവിച്ചെടുക്കുക. പിന്നെ കുറച്ചൊന്ന് നമ്മുടെ എന്താ പറയുക എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തിളപ്പിക്കണം കേട്ടോ. ആ തിളച്ച് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഈ പയർ കറിയിലോട്ട് ചേരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. കറിവേപ്പിലയൊക്കെ നമ്മുടെ ആവശ്യാനുസരണമുള്ള കറിവേപ്പില അങ്ങനെ ഇടാം കേട്ടോ. പിന്നെ ഞാനിപ്പം മിക്കവാറും മിസ് ചെയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത് മല്ലിയിലയാണ് കേട്ടോ. ഞാൻ അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് നല്ല രീതിയിൽ ആ ഫ്ലേവർ ഇറങ്ങിയായിട്ട് അങ്ങനെയാണ് എടുത്തത് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് കഞ്ഞിയിൽ കഴിച്ചു കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ കഞ്ഞിയും പയറും അച്ചാറുമായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രാത്രി വീണ്ടും ഒരു ചായ കൂടെ കുടിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഗൈസ്.